സോ അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ റിലീസുകളെ പറ്റി സംസാരിക്കാനാണ്. ഓഗസ്റ്റ് മാസത്തിൽ കുറച്ച് മേജർ പടങ്ങൾ റിലീസാവുന്നുണ്ട്. സോ അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അല്ലേ. സോ അപ്പോൾ ഓഗസ്റ്റ് 4-ാം തീയതി തിയേറ്റർ റിലീസല്ല, OTT റിലീസായിട്ട് ഉയിർ, നമ്മുടെ റോഷൻ മാത്യു അഭിനയിച്ച സിനിമ, അതിൻ്റെ OTT റിലീസാണ് ഹോട്ട്സ്റ്റാറിലൂടെ. റിവ്യൂ അതിനെപ്പറ്റി നമ്മൾ റിവ്യൂ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, ഡിസ്കഷൻ ചെറിയ മിനി ഡിസ്കഷൻ ഇട്ടിട്ടുണ്ട്. ഈ മാസത്തിലെ മേജർ റിലീസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. അന്നൊരു ലോട്ട് പടമുണ്ട്. സോ ഫസ്റ്റ് പടം DC, നമ്മുടെ അരുൺ മാധേശ്വരൻ, ലോകേഷ് കനകരാജിൻ്റെ DC ആണ് ഫസ്റ്റ് പടം. പിന്നെ അന്ന് തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ മകൻ വിസ്മയ മോഹൻലാലിൻ്റെ ഫസ്റ്റ് സിനിമയായിട്ടുള്ള ഡെബ്യൂ മൂവിയായിട്ടുള്ള തുടക്കം. അതെ, ജൂഡാനിനെ ജോസഫാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത്. 2015 ശേഷം പുള്ളി ചെയ്യുന്ന പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ട്രെയിലറൊന്നും വന്നിട്ടില്ല ഇതുവരെ. സോ അതുകൊണ്ട് നമുക്കത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്താ പരിപാടി എന്നറിയാൻ. അടുത്ത റിലീസ് GDN എന്ന സിനിമയാണ്. അത് ആക്ച്വലി നമ്മുടെ മാധവൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ഈ റോക്കട്രിക്ക് ശേഷം മാധവൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്രൊമോഷൻ മെറ്റീരിയൽ വന്നിട്ടില്ല. ഇല്ല, അതിന് ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടില്ല. സോ അപ്പോൾ അത് GDN ഉണ്ട്. അതും 7-ാം തീയതി തന്നെയാണ് റിലീസ്. പിന്നെ തെലുങ്കിൽ നിന്നൊരു മേജർ റിലീസ് അന്ന് ദിവസം വരുന്നുണ്ട്. അത് കൊറിയൻ കനകരാജു എന്ന് പറഞ്ഞ ഫിലിമാണ്. അത് നമ്മുടെ ഇവിടെയൊക്കെ റിലീസ് വളരെ കുറവായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. വരുൺ തേജിൻ്റെ ഫിലിമാണ്. അതിന് ട്രെയിലർ കണ്ടപ്പോൾ എന്തോ ഒരു ഹൊറർ ഫാൻറ്റസി കോമഡി ലൈൻ ഓഫ് ഒരു പടമാണെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടില്ല അതിൻ്റെ. സോ കൊറിയൻ കനകരാജു, അത് തെലുങ്ക് പടങ്ങൾ കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ. നമ്മളിവിടെ റിലീസ് വളരെ ലിമിറ്റഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ അന്നേ ദിവസം തന്നെ ഹിന്ദിയിൽ നിന്ന് ഓ മൈ ഡോഗ് എന്ന് പറഞ്ഞൊരു ഫിലിം വരുന്നുണ്ട്. അത് ആക്ച്വലി നമ്മുടെ പങ്കജ് ത്രിപാഠി അഭിനയിക്കുന്ന ഒരു ഫിലിമാണ്. അതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ വന്നിട്ടുണ്ട്. നമ്മളത് റിയാക്ട് ചെയ്തിട്ടില്ല. ഒരു ചെറിയ സിനിമയാണ്. ഓഗസ്റ്റ് 7-ാം തീയതി OTT റിലീസായിട്ട് മേ വാപ്പസ് ആവുക, ഇന്ത്യ സൈഡ് ലേറ്റസ്റ്റ് സിനിമയായിരുന്നു മേ വാപ്പസ് ആവുക. ഒരുപാട് പോസിറ്റിവിറ്റി, അതെ, ഒരുപാട് നല്ല റിവ്യൂ കിട്ടി. നമ്മൾ പടം കാണാൻ പറ്റിയില്ല. സോ അത് OTT റിലീസ് ആവുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. സോ അന്നേ ദിവസം ഓഗസ്റ്റ് 7-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു സീരീസ് റിലീസ് ആവുന്നുണ്ട്, ഓപ്പറേഷൻ സഫേർ സാഗർ. ഇത് ആക്ച്വലി നമ്മുടെ സിദ്ധാർത്ഥാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയാൽ നമ്മുടെ ഇതേപോലെ ടോപ്പ് ഗൺ ലൈക്ക് എയർഫോഴ്സിൻ്റെ സ്റ്റോറിയാണ്. അതിൻ്റെ ഒരു സീരീസാണത്. സോ അത് നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് 7-ന് റിലീസുണ്ട്. സോ നെക്സ്റ്റ് മെയിൻ റിലീസ് ഓഗസ്റ്റ് 14-നാണ്. അന്നേ ദിവസം ബോളിവുഡിൽ നിന്ന് അവരാപ്പൻ 2 അല്ലേ, അങ്ങനെയല്ലേ എന്നെ പ്രൊനൗൺസ് ചെയ്യുന്നത്, അവരാപ്പൻ 2, നമ്മുടെ ഇമ്രാൻ ഹാഷ്മിയുടെ. ഫസ്റ്റ് ഞാൻ ആ കാലഘട്ടത്തിൽ ഇമ്രാൻ ഹാഷ്മിയുടെ കുറച്ച് സംഭവങ്ങൾ ഭയങ്കര ഒരുപാട് ഹിറ്റ് സോങ്ങുകളുള്ള പടമായിരുന്നു ഫസ്റ്റ് പാഠം. സോ അതിന് സെക്കൻഡ് പാർട്ട് റിലീസ് ആവുന്നു ഓഗസ്റ്റ് 14-നാണ്. സോ പിന്നെ ഈ മാസത്തെ മറ്റൊരു മേജർ റിലീസ് എന്നാണ് സൂര്യയുടെ വിശ്വനാഥൻ സൺസ്. അത് ഓഗസ്റ്റ് 14-ാം തീയതി, അതും തിയേറ്ററിലൂടെ തന്നെ. അത് തമിഴ് തെലുങ്ക് ബൈലിംഗിലാണ് എന്നാണ് തോന്നുന്നത്. അതെ, ഈ മബിത ബൈജുവിനൊപ്പം ഈ മാസം 2 റിലീസ്, ഈ വർഷം തന്നെ പുള്ളിക്കാർക്ക് 3 റിലീസായി മേജർ പടങ്ങൾ. അന്നേ ദിവസം തന്നെ തമിഴിൽ നിന്ന് ഹായ് എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. ഇത് ആക്ച്വലി കവിനും നയൻതാര അഭിനയിക്കുന്ന സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്യുന്ന വിഷ്ണു എടവൻ എന്ന് പറഞ്ഞ ലിറിസിസ്റ്റാണ് പുള്ളി. അതായത് നമ്മുടെ അനിരുദ്ധിൻ്റെ മിക്ക പാട്ടുകളിലും ഇപ്പോൾ എഴുത്ത് നമ്മുടെ ലോകേഷിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഈ പയ്യൻ. പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് റോംകോം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ സോങ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ടീസറും ട്രെയിലറൊന്നും വന്നിട്ടില്ല. സോ അപ്പോൾ എനിക്ക് തോന്നുന്നത് റോംകോം ആണെന്ന് തോന്നുന്നു. സോ ഹായ് എന്ന് പറഞ്ഞ ഒരു ഫിലിം തമിഴിൽ നിന്ന് വരുന്നുണ്ട്. നയൻതാര കവിനിക്കുന്ന സിനിമ. സോ ഓഗസ്റ്റ് 14 തന്നെ ബട്ടുവാര 1947 എന്ന് പറഞ്ഞൊരു ഫിലിം വരുന്നുണ്ട്. ഇത് സണ്ണി ഡിയോളിൻ്റെ ഫിലിമാണ്. എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് നടന്നൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ബേസ് ചെയ്ത പടമാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടിട്ട്. അന്നേ ദിവസം തന്നെ തമിഴിൽ നിന്ന് മറ്റൊരു റിലീസ് കൂടിയുണ്ട്. വിശാൽ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന മകുട. അതിൻ്റെ നമ്മൾ ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ടീസറിൽ നമുക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. ഏതായാലും വന്നാൽ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. സോ അന്നേ ദിവസം തന്നെ മലയാളത്തിൽ നിന്നൊരു ചെറിയ സിനിമ വരുന്നുണ്ട്, മധുരമീ ജീവിതം. സിദ്ദിഖ് വിനയ് പ്രസാദൊക്കെ അഭിനയിക്കുന്ന ഒരു ചെറിയ സിനിമയാണ്. നമ്മുടെ മറ്റേ ഇന്ദ്രൻസ് അതെ, ചിന്ന ആസൈകൾ ആ ലൈനാണ് എന്ന് തോന്നുന്നു, അറിയില്ല. അതിൻ്റെ ട്രെയിലറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, വന്നിട്ടുണ്ടോ. സോ അടുത്തത് ഓഗസ്റ്റ് 17-ാം തീയതി DCയുടെ ലാൻഡേൺസ് എന്ന് പറഞ്ഞൊരു സീരീസ് വരുന്നുണ്ട്. അത് HBO Maxലൂടെ. അതാണ് നമ്മുടെ ഒരു കമന്റ്സിൽ വന്നത്, DCയുടെ ഒരു സീരീസ് വരുന്നുണ്ട്, അത് ചെക്ക് ഔട്ട് ചെയ്യണം. മേ ബി അതായിരിക്കും, എനിക്കറിയില്ല. സോ DCയുടെ ഏറ്റവും പുതിയ സീരീസാണ് ലാൻഡേൺസ്, ഗ്രീൻ ലാൻഡേൺസ്. അതിൻ്റെ ആണെന്ന് തോന്നുന്നു. സോ അത് ഓഗസ്റ്റ് 17-ാം തീയതി HBO Maxലുണ്ട്. നമുക്കിവിടെ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിരിക്കും. സോ അടുത്ത മേജർ റിലീസ് വരുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അന്ന് നമ്മുടെ ഓണം റിലീസിൽ 2 സിനിമകൾ, അതായത് ദുൽഖറിൻ്റെ ഐ ആം ഗെയിം, അതും അന്നേ ദിവസം തന്നെ പൃഥ്വിരാജിൻ്റെ ഖലീഫ. സോ ഈ 2 സിനിമകളും ഓഗസ്റ്റ് 2-ാം തീയതി തന്നെ റിലീസ് ഉണ്ടെന്നാണ് പറയുന്നത്.
ഖലീഫിന്റെ ട്രെയിലർ വരാനുണ്ട്. അതെ, ഖലീഫയുടെ ട്രെയിലർ വന്നിട്ടില്ല. ഖലീഫയുടെ ട്രെയിലർ വരാനുണ്ട്. ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഓഗസ്റ്റ് 21 നെക്സ്റ്റ് ഡേ ഓണം റിലീസിലായിട്ടുള്ള മലയാളത്തിലെ അടുത്ത സിനിമ ബദ്ലഹേം കുടുംബ യൂണിറ്റ്. അതിൻ്റെയും ട്രെയിലർ ഒന്നും വന്നിട്ടില്ല, ഒരു സോങ് മാത്രമേ വന്നിട്ടുള്ളൂ ഇതുവരെ. അത് രസമുണ്ടായിരുന്നു പാട്ട്. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ട്രെയിലർ വരണം, ഉടനെ തന്നെ വരുമായിരിക്കും തോന്നുന്നു. സോ അത് 21 റിലീസാണ്. മലയാളത്തിൽ നിന്നുള്ള ഓണം റിലീസിൻ്റെ ഭാഗമാണ്. അന്നേ ദിവസം തന്നെ ഹോളിവുഡിൽ നിന്നൊരു മേജർ ഫിലിം വരുന്നുണ്ട്, ദി എൻഡ് ഓഫ് ഓക്സ് സ്ട്രീറ്റ്. സോ അത് പേഴ്സണലി കുറച്ചധികം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയാണ് മറ്റേ ഇറ്റ് ഫോളോസ് എന്ന് പറയുന്ന പുള്ളി. അതിൻ്റെ ഡയറക്ടർ ആണിത് എടുക്കുന്നത്. ഇതിൻ്റെ സബ്ജക്റ്റ് നമ്മൾ കുറച്ചധികം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ഡിനോസറിനെ വെച്ച് ജുറാസിക് സീരീസ് അല്ലാതെ ഒരു പടങ്ങൾ വരുന്നില്ല. ഇടയ്ക്ക് മറ്റേ ആഡം ഡ്രൈവറിൻ്റെ ഒരു സാധനം വന്നില്ല, അത് അത്ര രസമില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ടീസർ ട്രെയിലർ ഒന്നും കാണാതെ ഇരിക്കുകയാണ്. ഓക്കെ, ഞാനത് ട്രെയിലർ കണ്ടിരുന്ന രസമുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല. ഈ ഡയറക്ടറാണെന്ന് എനിക്കറിയാം, ഇതിനകത്ത് ഡിനോസേഴ്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ എന്താ പരിപാടി നിന്ന്. സോ ഓഗസ്റ്റ് 21 തന്നെ ഹോളിവുഡിൽ നിന്ന് മറ്റൊരു ഫിലിം ഇൻസീഡിയസിന്റെ ഏറ്റവും പുതിയ പാർട്ട്, ഇൻസീഡിയസ് ഔട്ട് ഓഫ് ഫർദർ അല്ലേ, എന്തോ പേര്, ഇൻസീഡിയസ് ഔട്ട് ഓഫ് ദി ഫർദർ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം റിലീസ് ആവുന്നുണ്ട് അന്നേ ദിവസം തന്നെ. ഓഗസ്റ്റ് 21 നാനിയുടെ പാരഡൈസ് റിലീസ് ആകും എന്നും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല. അതിന് ടീസറോ ട്രെയിലറോ വരാത്തതുകൊണ്ട് അതെ റിലീസ് ആകുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ലിസ്റ്റ് ചെയ്തതിനകത്ത് ഉണ്ട്, ബുക്ക് മൈ ഷോയിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പടം. സോ നമുക്കറിയില്ല അന്ന് റിലീസ് ഉണ്ടോ ഇല്ലയോ എന്ന്. സോ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 21 റിലീസ് ആകുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ മറന്നേക്കുക. അന്നേ ദിവസം തന്നെ തെലുങ്കിൽ നിന്ന് മറ്റൊരു ഫിലിം വരുന്നുണ്ട്, ഇരുമുടി. രവിതേജയുടെ തെലുങ്കൂടെ രവിതേജയുടെ ഫിലിമാണ്. അത് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ മാളികപ്പുറത്തിൻ്റെ റീമേക്ക് ആണെന്ന് ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു. എനിക്കറിയില്ല അതുമായിട്ട് ഒരു പാട്ടൊക്കെ. സോ അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല നമുക്ക്. സോ ഈ സിനിമയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അന്നേ ദിവസം തന്നെ ഹോളിവുഡിൽ നിന്ന് മറ്റൊരു സിനിമ വരുന്നത് മ്യൂട്ടിനി, ജേസൺ സ്റ്റാഥം. അതാണ് ജോണർ, അറിയാലോ. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഓക്കെ, അതെ, നമുക്ക് മനസ്സിലാവും അതൊരു പ്രോപ്പർ ജേസൺ സ്റ്റാഥം രക്ഷകൻ ആക്ഷൻ പടം അത് തന്നെയാണ്. അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഈ മാസത്തെ മേജർ റിലീസിലൊന്നായിട്ടുള്ള സിനിമ ഓഗസ്റ്റ് 26 ടോക്സിക്. ഒരുപാട് ഡ്രാമകൾക്ക് ശേഷം 26 നമ്മളത് ചത്താലും ചത്തിലും അന്ന് റിലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പം നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് എന്താണ് ടോക്സിക്കിനകത്ത് എന്നറിയാൻ. സോ ഈ മാസത്തെ ലാസ്റ്റ് റിലീസുകൾ വരുന്നത് ഓഗസ്റ്റ് 26 അന്ന് നമ്മുടെ റിലീസ് കോഡിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ദി ഡോഗ് സ്റ്റാർസ്. ട്രെയിലർ വന്നിട്ടുണ്ട്, 2 ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. സോ ഒരു എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ അത് ആ സിനിമ ഓഗസ്റ്റ് 26 റിലീസ് ചെയ്യുന്നത്. അന്നേ ദിവസം തന്നെ ബോളിവുഡിൽ നിന്ന് ഈത്ത, നമ്മുടെ ശ്രദ്ധ കപൂറിൻ്റെ ഫിലിം, നമ്മളതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതും 28 റിലീസ്. നല്ല പരിപാടിയാണെന്ന് തോന്നുന്നു. അതെ, അതിൻ്റെ ടീസറും പരിപാടിയൊക്കെ കാണുമ്പോൾ അറിയാം ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ആണെന്ന്. സോ അന്നേ ദിവസം തന്നെ തമിഴിൽ നിന്നൊരു പടം റിലീസാവുന്നത് കരാത്തെ ബാബു. അത് നമ്മുടെ ജയന്റയുടെ ഫിലിമാണ്. ജയന്റയുടെ സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിലീസിനെ പറ്റി നമുക്ക് ഉറപ്പില്ല, റിലീസാവാം ആവാതിരിക്കാം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ മാസത്തെ മേജർ റിലീസുകൾ. ഇത് കൂടാതെ ഇനിയും റിലീസുകളുണ്ട്. എല്ലാ ആഴ്ചയിലും നമുക്ക് ചെറിയ ചെറിയ പടങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമ്മളിവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞതിനകത്ത് ഡേറ്റ് മാറിപ്പോയ സിനിമകളുണ്ടാവും. ഇതേ സിനിമകളെല്ലാം തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മൾ പറയാതെ വിട്ട പോയതിൽ സിനിമ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റിൽ ആരെങ്കിലും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ OTT റിലീസുകളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പുതിയ റിലീസുകളെ പറ്റിയുള്ള ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റിൽ പറഞ്ഞു. ഈ ഫോർമാറ്റ് നമുക്ക് ലോക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. അതെ, നമ്മൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളിത് ബുക്ക് മൈ ഷോയിലും ഇതിൽ നമ്മുടെ IMDb നോക്കിയിട്ടാണ് ഞാൻ ഈ സാധനം ഇപ്പൊ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് ചേഞ്ചസ് ഉണ്ടാവാം. അല്ല, നമ്മൾ ഈ പറയുന്ന ഈ റിലീസ് ഇങ്ങനെ പറയുന്ന ഈ ഫോർമാറ്റ് ഇത് അതെല്ലാം ഒരു ഫോർമാറ്റിലേക്ക് ലോക്കിൻ ചെയ്യാൻ കുറച്ചുകൂടെ വേഗത്തിൽ ഇൻഫർമേഷൻ. അതെ. സോ അപ്പം ഓഗസ്റ്റ് മാസത്തെ റിലീസുകളാണ് ഇത്. തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക അല്ലേ.